ബല്ലവേ നീ ഇതു കണ്ടടോ പൈതലെ, നല്ലതെന്തോന്നു നമുക്ക് ഇവിടെ പുലരല്ലൊഴിപ്പതിന് എന്ന് ഗോപാലക തുല്യമയോധരന്മാരാം സഖികൾ അല്ലൽ കലർന്നിടും ഉള്ളുള്ളതേറസാ ചൊല്ലും ബഹുഭയവാടികൾ കേട്ടുകേട്ട് അല്ലേ മലർമകൾ വല്ലവൻ കേശവൻ മന്ദസ്മിതാനന്ദ സുന്ദര വക്രാരവിന്ദ മകരന്ദ സന്നിധൻ മെല്ലവേ നിങ്ങൾ ഭയപ്പെടായിക എന്നരുൾ ചെയ്തുടൻ അങ്ങു കടന്നു അഞ്ജസാ തന്നോടെ പിന്നിലമ്മാറ് സഖികളെ രാമനോടൊന്നിച്ചു നിർത്തി അടുത്തു ചെല്ലും വിധോ മന്ദേതരം തീഷ്ണത്തുണ്ടനാകും ധനുജേന്ദ്രൻ അങ്ങിന്ദിരാവല്ലവനുമിയെ സന്നിധം കണ്ടു. ഞാൻ ചിന്തിച്ച കാര്യം ഇന്നെനിക്കാകന്ത സാധിച്ചിരുന്നു എന്നൊരു വന്മതക്രൂരവായ്പോട് അവൻ ഒത്തുവാൻ ഉന്മേഷമോട് തുണ്ടങ്ങൾ അകറ്റിനാൻ. ചെന്നു വായിൽ കടന്നേടിനാനും എന്ന നേരം മുറുക്കിയിടിനാനങ്ങവൻ നിന്ന ഗോപാലവത്സന്മാരഹം നന്ദനന്ദനന്ദൻ സഖിമാരതു അതീഖിന്നരപൂണ്ട് ജീവൻ പിരിഞ്ഞിടിനോർ ഇന്ദ്രിയാ വിഷണ്ണരായി ആകുലായി ചെന്നേവായി കടന്നിടിനാൻ ഉണ്ണിതാൻ എന്ന നേരം മുറുക്കിടിനാൻ അങ്ങവൻ നിന്ന ഗോപാലവത്സന്മാരഹോ നന്ദനന്ദനന്ദൻ സഖിമാരതു കണ്ടു അതികിന്നര പൂണ്ടു ജീവൻ പിരിഞ്ഞിടിനോര് ഇന്ദ്രിയാണേറും വിഷണ്ണരായി ആകുലായി. അന്നേരം ഏതും ഒരു വികാരങ്ങളും എന്നിയെ ദാരുരൂപങ്ങൾ പോലെ തത് കണ്ണുനീർ തൂകി വാവിട്ടു ചങ്ങാതിയാൻ കണ്ണനെ ചൊല്ലി ദുഃഖിച്ചു കേഴും വിധം നന്ദാത്മജൻ നരമൂർത്തിമാനീശ്വരൻ ഉന്നിതൻ വൈഷ്ണവമായ തേജസ്സിനാൽ ചുട്ടു പൊറുതി കെട്ടു ഒട്ടേറെയും മഹാദുഷ്ടന് താലുമൂലം പൊട്ടുമാറ് അതികിഷ്ടതയാ വട്ടം തിരിഞ്ഞിട്ടു അവൻ പെട്ടെന്ന്
പെട്ടെന്നു കൃഷ്ണനെ ഛർദിച്ചു. എത്രയും രക്തവും കൂടെ ചൊരിഞ്ഞുവായി അത്തൽ ഉണ്ണിക്കുരുതിൽ